ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇന്നലെയും അത്തരത്തിലുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ആ തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു. ജാപ്പനീസ് നിക്കൈ മാത്രമാണ് താഴെ ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് ഇന്നലെ. ഇന്ന് മോർണിംഗിലെ ജാപ്പനീസ് നിക്കൈ ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് ഇൻഡെക്സുകളും ബെറ്ററാണ്. സൗത്ത് കൊറിയൻ മാർക്കറ്റിന് ഇന്ന് അവധിയാണ്. ഹോങ്കോങ് മാർക്കറ്റ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിൽ മെമ്മറി സ്റ്റോക്കായ കിയോക്സിയ ഹോൾഡിങ്സ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ സൗത്ത് കൊറിയയിലെ SK ഹൈനിക്സ് അതുപോലെ തന്നെ സാംസങ് ഇലക്ട്രോണിക്സ് ഈ രണ്ട് മെമ്മറി സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. LG ഇലക്ട്രോണിക്സും ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മ്യൂട്ടഡ് ആക്ടിവിറ്റി ആയിരുന്നു. എന്നിരുന്നാലും എല്ലാ ഇൻഡെക്സുകളും റസൽ 2000 ഇൻഡെക്സ് ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ NVIDIA താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ടെസ്ല ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ആപ്പിൾ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.62 ട്രില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെമ്മറി സ്റ്റോക്കുകളായിട്ടുള്ള സാൻഡിസ്ക്, മൈക്രോൺ, സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്ലൈഡ് മെറ്റീരിയൽസ് ചീപ്പ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIAയുടെ AI ഏജന്റിക് CPU റിലേറ്റഡ് കമ്പനികളായിട്ട് ഡെല്ല്, ഹ്യൂലറ്റ് പക്കാർഡ് അതുപോലെ തന്നെ ARM ഹോൾഡിങ്സ്, മാർവൽ ടെക്നോളജീസ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മാർവൽ ടെക്നോളജീസ് അറൗണ്ട് 33% ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർവൽ ടെക്നോളജീസിൽ 3 മാസം മുമ്പ് NVIDIA സ്റ്റേക്ക് എടുത്തിരുന്നു. NVIDIAയുടെ CEO പറഞ്ഞിരിക്കുന്നത് മാർവൽ ടെക്നോളജീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1 ട്രില്യൺ ആയിട്ട് ഉയരുന്നതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $251 ബില്യൺ ആണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് 4 ടൈംസ് ഉയരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു US സ്റ്റോക്കാണ് മാർവൽ ടെക്നോളജീസ്. NVIDIA സ്റ്റേക്ക് ബൈ ചെയ്തതിനു ശേഷം ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ARM ഹോൾഡിങ്സ് പുതിയ AI ഏജന്റിക് CPU ഉണ്ടാക്കുന്ന ഡെൽ ടെക്നോളജീസ്, ഹ്യൂലറ്റ് പക്കാർഡ്, സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റിന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് NSE INXൽ കൂടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങാവുന്നതാണ്. ഷെയർ വെൽത്ത് അതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രോൺ റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2-3-4 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, റെക്കമെൻഡ് ചെയ്തിരുന്നു. ട്രംപിൻ്റെ ഫാമിലിക്ക് സ്റ്റേക്കുള്ള അൺയൂഷ്വൽ മെഷീൻസ് ആണ് ഇന്നലെ വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ള അറൗണ്ട് 16% ഇന്നലെ മുന്നേറിയിരിക്കുന്നത്. വീണ്ടും അപ്പർ പ്രൈസ് ടാർഗറ്റാണ് അനലിസ്റ്റുകൾ ഈ സ്റ്റോക്കിനൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഡ്രോൺ റിലേറ്റഡ് സ്റ്റോക്കുകൾ ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. അതോടൊപ്പം ഡ്രോൺ റിലേറ്റഡ് ETFകളും ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകൾ ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. നാളെയാണ് ഹണിവെല്ലിൻ്റെ ക്വാണ്ടിനോം എന്ന് പറയുന്ന കമ്പനിയുടെ ലിസ്റ്റിംഗ് വരുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള ഏറ്റവും പ്രമുഖ കമ്പനിയാണ്. ആ ലിസ്റ്റിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റോക്കുകളിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ETFകളും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവെ അമേരിക്കയിൽ ടെക്നോളജി ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളാണ് റാലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സൗത്ത് കൊറിയയിലും ജപ്പാനിലും ചൈനയിലൊക്കെ കാണുന്നുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നീഷ് സെഗ്മെൻറ്റിലൊന്നും തന്നെ കമ്പനികളില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതേസമയം ഭാവിയിൽ വലിയ രീതിയിൽ ടെക്നോളജി സർവീസസ് കമ്പനികൾക്ക് ഏജന്റിക്കായി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഓർഡറുകളൊക്കെ ലഭിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫോസിസ്, TCS, HCL ടെക്, വിപ്രോ,
ടെക് മഹീന്ദ്ര ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഭാവിയിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ അമേരിക്കയിലത്തെ ADRകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിപ്രോ ADRൽ വലിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. 8% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇൻഫോസിസ് അറൗണ്ട് 2.6% താഴെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി. ലോവർ ലെവലിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനികളെ സംബന്ധിച്ച് നല്ല ന്യൂസ് ഫ്ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇനി യൂറോപ്പിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സീമെൻസ് ഇന്നലെ ജർമ്മനിയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് അവർ വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. 2031 ഗോദ്രേജ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ സർവീസസ് ലിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ഇപാക് പ്രീഫാബ് ടെക്നോളജീസിന് 165 കോടി രൂപ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ SK ഹൈനിക്സ് മെമ്മറി റിലേറ്റഡ് കമ്പനിയാണ് സൗത്ത് കൊറിയയിലത്തെ. അവർ പറയുന്നത് അടുത്ത 5 വർഷത്തിനുള്ളിൽ കപ്പാസിറ്റി ഡബിൾ ചെയ്യുന്നതാണ് പറയുന്നത്. അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് 2030 വരെ മെമ്മറി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മെമ്മറി അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് SK ഹൈനിക്സ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. SK ഹൈനിക്സ്, സാംസങ് ഇലക്ട്രോണിക്സ്, മൈക്രോൺ കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസ്ഡ് ആണ്. മൈക്രോൺ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സാൻഡിസ്ക് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജോൺ കോക്കറിൽ 1300 കോടി രൂപ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. JSW വിജയനഗർ മെറ്റാലിക്സിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസാണ്. ജോൺ കോക്കറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റ് കമ്പനികൾ എക്കസ്, അതുപോലെ തന്നെ അദ്വൈത് എനർജി ട്രാൻസിഷൻ ലിമിറ്റഡ് ആണ്. ഓർഡർ ബാഗിംഗ് ഒക്കെയുണ്ട് അദ്വൈത് എനർജി ട്രാൻസിഷൻ ലിമിറ്റഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മുടെ IPO മാർക്കറ്റ് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. മെയിൻ ബോർഡ് IPO ഇന്നൊരെണ്ണം ആരംഭിക്കുന്നുണ്ട്. CMR ഗ്രീൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. നല്ലൊരു IPO ആണ്. 192 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഈ കമ്പനി സ്ക്രാപ്പ് റിലേറ്റഡ് അതുപോലെ തന്നെ ഗ്രീൻ ടെക്നോളജി റിലേറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ക്ലയൻസ് ഒക്കെ ആയിട്ട് വരുന്ന ഓട്ടോമൊബൈൽ കമ്പനികളാണ് മേജർ ക്ലയൻസ് ആയിട്ട് വരുന്നത്. ഫണ്ടമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും നല്ലൊരു IPO ആണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. CMR ഗ്രീൻ ടെക്നോളജീസ് ലിമിറ്റഡ്. 192 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അപ്പം മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് CMR ഗ്രീൻ ടെക്നോളജീസ് ലിമിറ്റഡ്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന BSE SMEയിലുള്ള മെരിട്രോണിക്സ് ലിമിറ്റഡ് സെക്കൻഡ് 68.52 ടൈംസ് ഓൾ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ട് ഇന്നാണ് ലാസ്റ്റ് ഡേ. 149 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1000 ആണ് ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അതായത് 2000 ഷെയറിന് അപ്ലൈ ചെയ്യണം. ഡിഫൻസ് റിലേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തൊക്കെയുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ SME IPO റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. BSE SMEയിലുള്ള IPO ആണ് മെരിട്രോണിക്സ് ലിമിറ്റഡ്. നമ്മളെ സംബന്ധിച്ച് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസുകൾ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക റിലേറ്റഡ് ഇഷ്യൂ തന്നെയാണ്. വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ ബഹറിന് നേരെ അതുപോലെ തന്നെ കുവൈറ്റിന് നേരെയൊക്കെ വീണ്ടും ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തി എന്നുള്ള ന്യൂസാണ് അമേരിക്ക പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതേസമയം ഇറാനെ വീണ്ടും അമേരിക്ക ആക്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. $97 പെർ ബാരലിലേക്ക് ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പൊതുവേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്ലോബൽ മാർക്കറ്റുകളിൽ. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. മറിച്ച് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കാര്യത്തിൽ. ഗോൾഡിൽ നല്ല വൊളാറ്റിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക്
ബാങ്ക് ഓഫ് ഇന്ത്യ 12 ബില്യൺ US$ വർത്ത് ഗോൾഡ് സെല് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ബ്ലൂംബർഗ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. RBIയുടെ ഭാഗത്ത് നിന്ന് അതിന് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അനൗൺസ്മെന്റിൽ ഇത്തരത്തിലുള്ള ഒരു ഫിഗേഴ്സൊക്കെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്. ഗോൾഡ് ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $4,480 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും സ്ലൈറ്റ്ലി വീക്കാണ്. $74.57 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റിയോട് കൂടിയാണ് കോപ്പർ, അതുപോലെ തന്നെ സിങ്ക്, അലുമിനിയം ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം പുതിയ 4-year ഹൈ ഹിറ്റ് ചെയ്ത് ആ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. സിങ്കും പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $ന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 95.17 പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് വൊളാറ്റിലിറ്റി തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം അറ്റ് എവരി ഡിപ്പിൽ നല്ല ബൈയിങ് ഒക്കെ കാണുന്നുണ്ട്. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവർ സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. വലിയ രീതിയിലുള്ള സെല്ലിംഗ് ആണ്. അതേസമയം അതേ രീതിയിലുള്ള ബൈയിങ് തന്നെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ഫണ്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് റിലേറ്റഡ് ഡാറ്റകൾ സ്വല്പം നെഗറ്റീവാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്ത്യൻ റുപ്പി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ വലിയ അനൗൺസ്മെൻറ്റുകളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. റുപ്പീനെ പ്രോപ്പപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള പല അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നേക്കാം. അതിനനുസരിച്ചുള്ള ഒരു വൊളാറ്റിലിറ്റി മൂവ്മെൻ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. കുറച്ച് ദിവസത്തേക്ക് കൂടി ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം എന്ന് ഒത്തുതീരുന്നോ അന്നായിരിക്കാം പക്ഷേ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. Q4 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ആനുവൽ റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് വന്നിരുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.